ഓക്കെ, ഒപ്പോണൻ്റ് വന്നിട്ടുണ്ട്. ഹിയർ വി ഗോ. ഒപ്പോണൻ്റ് കണക്റ്റഡാണ്. പ്രൊസീഡ് കൊടുക്കാം. ഇതെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുങ്ങിപ്പോയെ? ഓക്കെ, ഡിവിഷൻ 1 ആണ്. 8000 റാങ്ക്ഡ്. നമ്മളും ഏകദേശം സെയിം ആണെന്ന് തോന്നുന്നു. ഒപ്പോണൻറ്റ് സ്കോഡ് നോക്കുവാണെങ്കിൽ എടാ കിടിലാലോ. അയ്യോ, എൻ്റെ ഗോളിയാണ് കുറച്ച് സീനായിട്ട് തോന്നുന്നത്. സ്മൈക്കൽ ഡബിൾ ബൂസ്റ്റർ ഗൈസ്. എന്തായാലും അറിയില്ല, നമ്മളെ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഹിയർ വി ഗോ. കിലിയൻ എംബാപ്പെ, ഡെനീസ് സക്കറിയ, എംബാപ്പെ, കോസ്റ്റ. നൈസ് വൺ മാൻ. നൈസ് നൈസ് നൈസ്. പൊടി പൊടി പൊടി. അത്രേ ഉള്ളൂ സിമ്പിൾ. ഓടിക്കാൻ പണിയായിരിക്കും കുരു. പറഞ്ഞല്ല, സേവ് ചെയ്തിട്ടുണ്ട് എന്തായാലും. ഫസ്റ്റ് ഷോട്ട് എംബാപ്പെ. ആൽബർട്ടിനെ കൊണ്ട് എടുപ്പിക്കുക. പുള്ളിക്കാരൻ ഡിഫൻസിൽ ഇട്ടിട്ടുണ്ട്. Here we go. അവിടെ ഒരു പാസ് ഇട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഫുൾ ഡിഫൻസ് ബീറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പുറത്ത് നല്ല റണ്ണുണ്ടായിന്. പ്ലാറ്റിനി ലോങ് ബോൾ, പക്ഷെ നമ്മൾ ഈസി ആയിട്ട് എടുത്തിട്ടുണ്ട്. സക്കറിയ. ഓ നൈസടാ മോനെ. കസമീറോ. അല്ല ഡിഫൻസ് മാറ്റുന്നില്ലടാ. എൻ്റെ പൊന്നു, ഇത്ര വലിയ സ്കോഡും വെച്ച് ഡിഫൻസും വെച്ച് കളിക്കാം. മെർഗോമി, ക്രോസ് ആൻഡ് നെയ്മർ. സലിബ, പൗലോ, കാസമീറോ, സാലിബ. അടി ഇതെന്താ ഇവൻ ഡിഫൻസ് മാറ്റാത്തെ? സോൺ ഹ്യൂമിൻ. അറ്റാക്കിന് ഇത്ര പാടാള് പോകും ഡിഫൻസ് ഇട്ടാല്. 4 ആളൊക്കെ ഒപ്പര ഓടിയിരുന്നടാ. ഇത് സീനാവല്ലോ. ഇവ ഡിഫൻസ് മാറ്റുന്നില്ലടാ. ഓക്കെ, ആൽബർട്ടിനി, ഗ്രീസ്മാൻ, പാസ്റ്റൂറും എംബാപ്പെ. എന്തിനാ ഡിഫൻസ് മാറ്റാത്തേ? ഗ്രീസ്മാൻ, നെയ്മർ. ഈ ഡബിൾ ടച്ച് ആള് ക്ലിയർ ഒക്കെ ചെയ്ത് കളിക്കുന്നട. ഇവന് ഏതറാ ഒരു ഗോള് പോലും അടിച്ചിട്ടില്ലേ? ആൽബർട്ടിനി, കാസമീറോ. മാച്ച് ക്ലിയർ ആന്ന്. ഇവൻ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ തീർന്നടാ. ഇവൻ മിക്കവാറും ബാക്ക് പാസ് ഒക്കെ ഇട്ട് കളിക്കും. ഓക്കെ, കോസ്റ്റ, നെയ്മർ. ഡബിൾ ടച്ച്. എവിടെ ഡബിൾ ടച്ച്? എവിടെ? ഡബിൾ ടച്ച് ഇട്ടിട്ട് അത് വരുന്ന വരെയില്ല. പ്രാന്ത്. ഡിലേ ഇഷ്യൂ ആയതുകൊണ്ടാണ്. വൈഫൈ വൃത്തിയുള്ളതാണെങ്കിൽ ഇപ്പോൾ ഡബിൾ ടച്ച് ഒക്കെ ഇട്ട് അടിച്ചിട്ടുണ്ടാവും. പക്ഷെ കൊണാമി ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇങ്ങനത്തെ ബഗഡ് കളി കളിക്കുന്നവർ. എന്നിട്ട് അതൊക്കെ നല്ല സേവ് ആയിരിക്കും. ഫേക്ക് ഷോട്ടടാ. അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലടാ. ഡബിൾ ടച്ച് ഇടാൻ പറ്റുന്നില്ല, സ്കില്ല് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല, ഫേക്ക് ഷോട്ട് ഇടാൻ പറ്റുന്നില്ല. എന്ത് വൈഫൈ ആണ് ഞാൻ വെറുതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുപോലത്തെ ഇവൻ്റെ ഊട്ടക്കത്തെ ഡിഫൻസ് ഇട്ട് ക്ലിയർ ചെയ്യുള്ളൂ. ഒരു ക്ലിയർ ചെയ്തിട്ടില്ല. കൊണ്ട് അതൊന്നും പറയുന്നില്ല. നെയ്മർ. 2 തുടങ്ങി. ഇവനൊക്കെ ഒരു ഗോൾ അടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഗോൾ അടിക്കാണ്ട് തന്നെ ഡിഫൻസ് ഇട്ട് ക്ലിയർ ചെയ്യുന്നു. ഒരു ഗോളങ്ങാറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചത്ത് കരഞ്ഞു പിടിക്കേണ്ടി വരും. അപ്പം 0-0 ആണ് സ്റ്റിൽ. 21 പാസും 12 കംപ്ലീറ്റ് ഇടും അവൻ ഒരു ഹാഫിൽ. ഡിവിഷൻ 1 പ്ലെയർ ആണത്. ഡിവിഷൻ 1 പ്ലെയർ. ഇവരൊക്കെ എങ്ങനെയാണ് ഡിവിഷൻ 1 എത്തുന്നത് ഇങ്ങനെ കളിച്ചിട്ടാ? കോസ്റ്റ, കാസമീറോ, ആൽബർട്ടിനി. എങ്ങനെയും ഒരു ഗോൾ അടിച്ചിട്ട് സെലിബ്രേഷൻ ഇട്ടാലും ഒരു സമാധാനം ഉണ്ടായിരുന്നു. കമോൺ ഗ്രീസ്മാൻ. മെസ്സി ആയിരുന്നു വേണ്ടത്. എടാ ഒട്ടക്കത്തെ ഡിഫൻസും ഉണ്ട്. കന്നവേറ ആരായിരുന്നത്? കന്നവേറ നെസ്തയാ? കന്നവേറ ആണെന്ന് തോന്നല്ലേ?
നമുക്ക് പൈസ കണ്ട അങ്ങനെ മനസ്സിലാവില്ല. എംബാപ്പെ, വാൻഡൈക്ക് അങ്ങനെ വേറെ യൂസ് ചെയ്തില്ല എന്ന് തോന്നുന്നു. വാൻഡൈക്കും മൾഡിനിയായിട്ട് കാണുന്നു. സലിബ, നൈസ് വൺ. കാസമീർ എടാ പോസ്റ്റടിച്ചിൻ്റെ സബ് ഇടണം. ഇതിപ്പം പണിയാവും. വാൻഡൈക്കും കനവേറ തന്നെ. എംബാപ്പെ ഡബിൾ ടച്ച് ഗോൾ. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇങ്ങനത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുമല്ലേ ഈ കുരിപ്പ് കൊണാമികൾ. ഈശ്വര എന്ത് കഷ്ടമാണത്. അതെങ്ങനെയുടെ ഗോളാവേണ്ടുന്നേ. എന്തായാലും കുറച്ച് സബ്ബറൊക്കെ ഉണ്ട് ഗൈസ്. ലാസ്റ്റ് ഷോട്ട് എംബാപ്പൻ്റെ അതെങ്ങനെയാണ് അത് ഗോളൊക്കെ ആവാണ്ടിരിക്കുന്നത്. മെസ്സി, അയ്യോ ഏറ്റോ ഇവിടെ ലാഗ്. ഇതെന്താ. നൈസ് വൺ. ഭാഗ്യത്തിന് ഈ വൈഫൈയിൽ ലാഗ് ഇതുവരെ വരുന്നില്ല. ഡിലേ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതാണ് ഒരു കുറച്ചെങ്കിലും ഒരു ബടക്കിൻ്റെ അടുക്ക് ഭാഗ്യം എന്ന് പറയില്ല. ഓക്കെ, ബാഡ് ലക്കിൽ ലക്ക് എന്ന് പറയുന്ന പോലെ. മെസ്സി വൺ ടച്ച് ഇല്ല, ഓടൂല. ഇപ്പം ഇറക്കിയത് അത് തട്ടുമ്പോഴത്തേക്കും അങ്ങ് തെറിച്ചു പോകുന്നു, എനർജി ഇല്ലാത്ത പോലെ. കമോൺ, 73 മിനിറ്റ്. ഇവൻ ഫസ്റ്റ് ഹാഫിൽ 10ാമത്തെ മിനിറ്റിലെങ്ങാണ്ടാണ് ഡിഫൻസിലിട്ട്. ഞാൻ പോയിപ്പിക്കുന്നുണ്ടായി. ലാസ്റ്റ് മിനിറ്റിൽ ഇനി മുമ്പിക്കും. എന്നാലെങ്കിലും ഒന്ന് ആ ഡിഫൻസ് മാറ്റിക്കൂട്ടുക. അറ്റാക്കിൻ്റെ ടൈമിലെങ്കിലും കോർണറിൻ്റെ ടൈമിലെങ്കിലും അറ്റ്ലീസ്റ്റ്. ഫസ്റ്റ് ടൈം വൺ ടച്ച് ഇട്ടാൽ മതിയായിരുന്നു. അവിടെ എൻ്റെ മിസ്റ്റേക്ക്. പിന്നെ ഇങ്ങനത്തെ ടൈമിൽ നമ്മൾ അറിയാണ്ട് മിസ്റ്റേക്കും ചെയ്തു പോകല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് ഓടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ. അല്ലോ നൈസ് വൺ. ഫൈനൽ തേർഡിലെത്തുമ്പോൾ കുറേ ആൾക്കാരടാ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. കമോൺ, റുമി, ഹാലൻഡ്, മെസ്സി, ബാക്ക് ടു മെസ്സി. റൈറ്റിനെ കൊണ്ട് അടിക്കുന്നു. എടാ അവൻ ലെഫ്റ്റ് ഫൂട്ടർ അല്ലടാ. ഇതൊക്കെ എന്ത് തേങ്ങ കാണിക്കുന്നു. മെസ്സി, റുമി. ഓക്കെ, നെയ്മർ. മെസ്സി മിസ്ഡ്, നെയ്മർ ഡിഡ്ന്റ്. പിന്നെ അല്ല അടിച്ചണ്ണാക്കില് ഗൈസ്. അത് 89-50 അത് മതി, ധാരാളം. ഇതൊക്കെയാണ് ഗൈസ് അടിച്ചണ്ണാക്കി കൊടുക്കൽ. കാരണം ഫുൾ ഡിഫൻസ് ഇട്ടിട്ട് സ്റ്റാർട്ടിങ് മുതൽ കളിക്കാം. ഇനിയും ഡിഫൻസ് ഇടാൻ നോക്കണമല്ലോ. ചിലപ്പോൾ ഇപ്പം മാറ്റി ഫുൾ അറ്റാക്കിലൊക്കെ ഇട്ടിട്ട് വരും. അടി ഇതൊക്കെയാണല്ലോടാ ഡിവിഷൻ 1 എത്തുന്നത്. ഇത് വലിയൊരു ടാക്ടിക്സ് ആണിത്. പൊന്നോ, ഫുൾ ഡിഫൻസിലിടാ ചട്ടിക്കൊരു ഓടിക്കിടല ഗോളല്ലേ. എന്താ പാസ് അത്? റുമീൻ്റെ ആയിരുന്നു. റൊമാരിയോ, റുമി ആരോ പാസ് ഇട്ട്. ഞാൻ ഫുൾ ഡിഫൻസ്. ഓ, അറ്റാക്ക് ഇട്ട്. എൻ്റെ മോനെ അറ്റാക്ക് ഇട്ട്. 10ാമത്തെ മിനിറ്റിന് ശേഷം അവൻ്റെ അറ്റാക്കിങ് ആ ബാറ് മാറിയത് ഇപ്പാണ്. ഫുൾ ഡിഫൻസിൽ നിന്ന് അടിച്ച് ക്ലിയർ ചെയ്യും. അത്രേ ഉള്ളൂ. കളിയും ജയിച്ച്. ഒരു ക്ലിയറിൽ നമ്മൾ റിവെഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1-0 വിന്ന് കഴിച്ച് നെയ്മർ അങ്ങനെ ഫൈനലി അടിച്ച് കയറ്റി. എയിലൂട്ടെ ഉള്ളിക്കയറിയെന്നറിയില്ല, പക്ഷെ ഗോൾ അടിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നല്ല ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വെച്ച് കളിയൊക്കെ ഭയങ്കര പോറായിരുന്നു. പക്ഷേ 7 ഷോട്ട് 5 ടാർഗറ്റൊക്കെ ഉണ്ട്. അതിൽ 5 സേവാണ് ഗൈസ്. ഓഫ് ടാർഗറ്റ് വരെ സേവ് ചെയ്താൽ കുരിപ്പ്. അപ്പോൾ നമ്മളെന്തായാലും 1908 ആയിട്ടുണ്ട്. എത്തൂലെന്ന് വിചാരിച്ചേ ഈ ഓപ്പണൻ്റ് കിട്ടിയപ്പോൾ. കുഴപ്പമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്കും കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക ഗൈസ്. മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് നെക്സ്റ്റ് വീഡിയോ. ബൈ.